ഹലോ എവരിവൺ, വെൽക്കം ടു ക്ലോവർ ടീച്ചേഴ്സ്. ഇന്ന് നമുക്ക് പാനി എന്ന കവിതയിലെ ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസ് മനസ്സിലാക്കാം. ചിത്ര ദേഖേ കവിത സെ സമാൻ ആശയ വാലെ പങ്ക്തിയാ ജോഡെ. ഈ ചിത്രം നോക്കിയിട്ട് കവിതയിൽ നിന്ന് സമാൻ ആശയവാലി, അതായത് സമാനമായ അർത്ഥം വരുന്ന, സെയിം അർത്ഥം വരുന്ന പങ്ക്തിയാ ജോഡെ, വരികൾ നിങ്ങളിവിടെ ചേർക്കണം. അപ്പോൾ ഇവിടെ ഈ പിക്ചറിൽ നിങ്ങൾക്ക് എന്താണ് കാണാൻ കഴിയുന്നത്? അരുവി ഒഴുകുന്നുണ്ട് അല്ലേ? ഇവിടെ വെള്ളം ചാടി വരുന്നുണ്ട്, അരുവി ഒഴുകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഏത് വരികൾ എഴുതാം? പാനി സേഹി ബഹത്തെ ജർനെ നദിയ നാലെ ബഹത്തെ, ഈ വരികൾ എഴുതാം. ഈ പിക്ചറിൽ നിങ്ങൾക്ക് എന്താണ് കാണാൻ കഴിയുന്നത്? കൃഷിയാണ്. ഇവിടെ തെങ്ങുണ്ട്, വാഴയുണ്ട്, വയലുണ്ട്. അപ്പോൾ നമുക്ക് ഏത് വരികൾ എഴുതാം? പാനി സേഹി ഫസലെ ഉഗത്തി ഹർ വന് ഉപ്പുവന് ഫൽത്ത. ഫസലെ എന്ന് പറഞ്ഞാൽ വിളകൾ ഉണ്ടാവുന്നതും, ഹർവൻ ഓരോരോ വനങ്ങളും, ഉപ്പുവൻ അതായത് പൂന്തോട്ടങ്ങളൊക്കെ പൂക്കുന്നതും കായ്ക്കുന്നതും എല്ലാം വെള്ളമുള്ളത് കൊണ്ടാണ്. അടുത്തത് പടേ ഓർ ഭരേ, വായിക്കുക പിന്നെ നിറയ്ക്കുക. ഇവിടെ പൂരിപ്പിക്കേണ്ട സ്ഥലത്ത് നിങ്ങൾ എഴുതണം. ഇവിടെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഏതൊക്കെ സെൻറ്റൻസാണ് കൊടുത്തിട്ടുള്ളത്? ജർനെ ബഹത്തെ, അരുവികൾ ഒഴുകുന്നു. നാലെ ബഹത്തെ, തോടുകൾ ഒഴുകുന്നു. താൽ തലയ്യ ഭർജാത്തെ, കുളങ്ങൾ നിറയുന്നു. ഗാഗർ ഭർജാത്തി, കുടം നിറയുന്നു, മൺകുടം നിറയുന്നു. അപ്പോൾ നമ്മൾ എന്താണ് എഴുതേണ്ടത്? പാനീസെ, എന്തുകൊണ്ടാണ് ഇതൊക്കെ നിറയുന്നത്? വെള്ളം കൊണ്ട്. പാനീസെ ജർനെ ബഹത്തെ, വെള്ളം കൊണ്ട് അരുവികൾ ഒഴുകുന്നു. പാനീസെ നാലെ ബഹത്തെ, ഇവിടെ അതുപോലെ പാനീസെ താൽ തലയ്യ ഭർജാത്തെ, പാനീസെ ഗാഗർ ഭർജാത്തി, പാനീസെ ഫസലെ ഉഗത്തി. അടുത്തത് എന്തെഴുതാം? പാനീസെ ഫസലെ ഉഗത്തി, വെള്ളം കൊണ്ട് വിളകൾ ഉണ്ടാവുന്നു. പിന്നെ പാനീസെ ജീവൻ ചലത്ത എഴുതാം. വെള്ളമുള്ളത് കൊണ്ടാണ് ജീവിതം മുന്നോട്ട് പോകുന്നത്, ജീവിതം നിലനിൽക്കുന്നത്. അടുത്തത് കവിതാക്ക ആശയിലേക്ക്, കവിതയുടെ ആശയം എഴുതണം. നമുക്ക് എങ്ങനെ എഴുതാം? ഫോർ എക്സാമ്പിൾ, പാനി കവിത ത്രിലോക് സിംഗ് ടക്കുരേല ജീനെ ലിഖാ ഹെ. പാനി എന്ന കവിത ത്രിലോക് സിംഗ് ടക്കുരേല ജിയാണ് എഴുതിയത്. ജി എന്ന് പറയുന്നത് റെസ്പെക്റ്റിന് വേണ്ടിയിട്ടാണ്. ഇസ് കവിത മേ പാനി കെ മഹത്വ കെ ബാരെ മേ ബത്തായ ഗയാ ഹെ. ഈ കവിതയിൽ വെള്ളത്തിൻ്റെ മഹത്വത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. പാനി സേഹി ജർനെ നദിയ നാലെ ബഹത്തെ ഹെ, വെള്ളം കൊണ്ട് തന്നെയാണ് അരുവികളും നദികളും തോടുകളുമെല്ലാം ഒഴുകുന്നത്. പാനി സേഹി ഫസലെ ഉഗത്തി ഹെ ഹർ വൻ ഉപ്പുവൻ ഫൽത്ത ഹെ, വെള്ളമുള്ളത് കൊണ്ട് തന്നെയാണ് വിളകൾ ഉണ്ടാവുന്നതും വനങ്ങളും പൂന്തോട്ടങ്ങളുമെല്ലാം പൂക്കുന്നതും കായ്ക്കുന്നതും. പാനിക്ക് ബിന ഹം ജീ നഹി സക്തെ, വെള്ളമില്ലാതെ നമുക്ക് ജീവിക്കാൻ കഴിയില്ല. ഹമേ പാനിക്ക് ബചത് കർണി ചാഹിയെ, നമുക്ക് വെള്ളത്തെ സംരക്ഷിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ എഴുതാം. പിന്നെ താൽ തലയ്യ ഭർ ജാത്തെ ഹെ, പാനി സെ താൽ തലയ്യ ഭർ ജാത്തെ ഹെ, ഇതെല്ലാം എഴുതാം. आओ बचत करें पानी की, पानी के महत्व पर पोस्टर तैयार करें. आओ बचत करें पानी की, വെള്ളത്തെ സംരക്ഷിക്കാം, വരൂ വെള്ളത്തെ സംരക്ഷിക്കാം. പാനിക്ക് മഹത്വ പർ പോസ്റ്റർ തയ്യാർ കരേ, അപ്പോൾ വെള്ളത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് നിങ്ങളൊരു പോസ്റ്റർ തയ്യാറാക്കണം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് ഇതുപോലെ തയ്യാറാക്കാം, അല്ലെങ്കിൽ വേറെ രീതിയിലും തയ്യാറാക്കാം. ഇതിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുത്തേണ്ടത്? ചിത്ര ഖീച്ചെ, ഒരു ഫോട്ടോ വേണം. സന്ദേശ് വാക്യയിലേക്ക് ഒരു സന്ദേശം വാക്യം എഴുതണം. ആകർഷക് ബനായ, എന്നിട്ട് നല്ല ഭംഗിയാക്കിയിട്ട് നിങ്ങൾ തയ്യാറാക്കണം. അടുത്തത് കവിതാസെ സമാനാർത്ഥക് ശബ്ദ ചുനെ ഓർ ലിഖേ, കവിതയിൽ നിന്ന് സെയിം ആയിട്ടുള്ള വാക്ക് തിരഞ്ഞെടുത്തിട്ട് എഴുതണം. അപ്പോൾ ഇവിടെ ജംഗൽ കൊടുത്തിട്ടുണ്ട്. ജംഗൽ എന്ന് പറഞ്ഞാൽ എന്താണ്? കാട്. അതിൻ്റെ സെയിം അർത്ഥം വരുന്ന വാക്ക് ഏതാണ് കവിതയിലുള്ളത്? വൻ. താലാബ്, താലാബ് എന്ന് പറഞ്ഞാൽ എന്താണ്? കുളം. സെയിം അർത്ഥം വരുന്നത് താൽ തലയ്യ. അടുത്തത് ജഗ്, ജഗ് എന്ന് പറഞ്ഞാൽ ലോകം. സൻസാർ എന്ന വാക്ക്, സൻസാർ എന്ന് പറഞ്ഞാൽ ലോകം, അതിൽ കവിതയിൽ വരുന്ന വാക്ക് ഏതാണ്? ജഗ്. പിന്നെ ധർത്തി, ധർത്തി എന്ന് പറഞ്ഞാൽ ഭൂമി, കവിതയിൽ വന്നത് വസുധ. പിന്നെ മേഘ്, മേഘ് എന്ന് പറഞ്ഞാൽ മേഘം, കവിതയിൽ വന്ന വാക്ക് ഏതാണ്? ബാദൽ.
ബഗീജ എന്ന് പറഞ്ഞാൽ പൂന്തോട്ടം. കവിതയിൽ വന്ന വാക്ക് ഉപ്പുവൻ. അടുത്തത് സമുദ്രന് കവിതയിൽ വന്ന വാക്ക് ഏതാണ്? സാഗർ. സമുദ്രം എന്ന് പറഞ്ഞാൽ സമുദ്രം, സാഗർ സമുദ്രം. അടുത്തത് ആകാശിന് കവിതയിൽ വന്ന വാക്ക് ഏതാണ്? നബ് എന്ന് പറഞ്ഞാൽ ആകാശം. ജൽ കവിതയിൽ വന്ന വാക്ക് പാനി എന്ന് പറഞ്ഞാൽ വെള്ളം. നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.